السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫ് എന്തെല്ലാം നന്മകൾ ഒരു വിശ്വാസിക്ക് ചെയ്യാൻ കഴിയുമോ അത് മുഴുവനും അവൻ ചെയ്യേണ്ടുന്ന പുണ്യമാക്കപ്പെട്ട ഒരു മാസമാണ്. ഈ മഹത്തായ മാസത്തിൽ അള്ളാഹു അവൻ്റെ റഹ്മത്ത്, അവൻ്റെ കാരുണ്യം ധാരാളമായി അടിമകൾക്ക് ഔദാര്യമായി നൽകുന്നു. അവനിലേക്ക് പാപമോചനം കൊണ്ട് അടുക്കുന്നവൻ്റെ ദോഷങ്ങളൊക്കെ അള്ളാഹു താല പുറത്തു കൊടുക്കുന്നു. മുഅ്മിനായ മനുഷ്യൻ്റെ ഭക്ഷണത്തിൽ അള്ളാഹു താല വിശാലത ചെയ്യും. അവൻ്റെ മറ്റെല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം സദാ വർഷിച്ചുകൊണ്ടേയിരിക്കും. അവൻ അള്ളാഹുവിനോട് എന്തു ദുആ ചെയ്യുന്നുവോ ആ പ്രാർത്ഥനകൾക്കെല്ലാം അള്ളാഹു തആല ഉത്തരം നൽകും. ഇതെല്ലാം മഹത്തായ റമളാൻ ഷരീഫിൻ്റെ ബഹുമാനമായി, ആദരവായി, മഹത്തമായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അക്കൂട്ടത്തിൽ അവിടെ നിന്ന് പ്രത്യേകമായി 4 കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം, തേടിക്കൊണ്ടേയിരിക്കണമെന്ന് പ്രത്യേകം നമ്മെ ഉണർത്തിയതായി ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു, ഇമാം ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഫസ്തക്സിറു ഫീഹി മിൻ 4 ഖിസാലിൻ. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിൽ 4 കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഹസലത്തൈനി തർളൗന ബിഹിമാ റബ്ബക്കും. അതിൽ 2 കാര്യങ്ങൾ അത് നിങ്ങൾ ആവശ്യപ്പെടുക വഴി, അത് നിങ്ങൾ ചൊല്ലുക വഴി കാരുണ്യവാനായ റബ്ബിൻ്റെ പൊരുത്തം, അവൻ്റെ തൃപ്തി നിങ്ങൾക്ക് ലഭിക്കാൻ അത് കാരണമായി തീരും. വഹസലത്തിന് ലാ ഗിനാഅ ബിക്കും അൻഹുമ. മറ്റ് 2 കാര്യങ്ങൾ അതൊരിക്കലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, നിങ്ങൾക്കൊരിക്കലും വേണ്ടെന്ന് വെക്കാൻ കഴിയാത്ത 2 കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ നിങ്ങൾ നിരന്തരം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുത്തുന്ന, അവൻ്റെ പൊരുത്തം നമുക്ക് സമ്പാദിച്ചെടുക്കാൻ പറ്റുന്ന 2 കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞു. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വതസ്തഗ്ഫിറൂനഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് സാക്ഷ്യപ്പെടുത്തി പറയുന്നു എന്ന ഷഹാദത്ത് കലിമ, അതിങ്ങനെ ധാരാളം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. വതസ്തഗ്ഫിറൂനഹു, അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടണം, ഇസ്തിഗ്ഫാർ തേടണം, അഥവാ അസ്തഗ്ഫിറുല്ലാഹ് ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് നമ്മൾ വിശുദ്ധ റമളാൻ ഷരീഫിൽ അള്ളാഹുവിനോട് ധാരാളമായി എല്ലാ സമയങ്ങളിലും ചോദിക്കാറുള്ളത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഈ 2 കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് നേടിത്തരുന്ന 2 കാര്യങ്ങളാണ്. ഇനി നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത, നമുക്ക് അത്യാവശ്യമായ 2 കാര്യങ്ങളെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ. അതെന്താണ്? അവിടുന്ന് പറഞ്ഞു, ഫതസ്അലൂനല്ലാഹൽ ജന്ന. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗ്ഗം ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിനോട് ധാരാളമായി റബ്ബേ എനിക്ക് സ്വർഗ്ഗം തരണേ എന്നുള്ള ചോദ്യം അത് നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. വതഅവ്വദൂന ബിഹി മിനന്നാർ. നരകത്തിൽ നിന്നുള്ള കാവൽ, റബ്ബേ എന്നെ ഒരിക്കലും നരകത്തിലിടാൻ പാടില്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നുള്ള പ്രാർത്ഥന. അതാണ് നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത്. അലുക്കൽ ജന്നത്ത വ അഊദു ബിക മിനന്നാർ. ഇതിങ്ങ ധാരാളം ചൊല്ലാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത്ത വ അഊദു ബിക മിനന്നാർ. ഇത് നിസ്കാരശേഷവും അല്ലാത്ത സമയങ്ങളിലും അത്താഴ സമയത്തും ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ധാരാളം വർദ്ധിപ്പിക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവൻ്റെ ഔദാര്യം കൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു നിന്ന് നമ്മയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.